വാർത്തയിലാണ്. സംസ്ഥാനത്ത് നെല്ല് സംഭരണം താളം തെറ്റുന്നതിനിടെ പരസ്പരം കുറ്റപ്പെടുത്തി സർക്കാരും മില്ലുടമകളും. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ലെന്ന് മില്ലുടമകൾ പറഞ്ഞു. എന്നാൽ ഈ വാദം തള്ളിയ ഭക്ഷ്യമന്ത്രി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചു. 50ഓളം മില്ലുടമകളിൽ സർക്കാരുമായി സഹകരിക്കുന്നത് 2 മില്ലുകൾ മാത്രം. നാമമാത്രമായ നെല്ല് സംഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരാരും ബന്ധപ്പെട്ടില്ലെന്നാണ് നെല്ലുടമകളുടെ പരാതി. ഞങ്ങൾക്ക് തന്നത് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ച് തന്നാലും കാര്യം നടക്കില്ല. ഈ 64 കിട്ടിയാലും മില്ല് രക്ഷപ്പെടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാർ വിളിച്ചോന്ന് ചോദിച്ചു. ചോദ്യത്തിന് മറുപടി ഇന്നുവരും വിളിച്ചിട്ടില്ല. കർഷകരെ സഹായിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാമെന്ന ഗൂഢരാഷ്ട്രീയ ചിന്തയാണ് ചില മില്ലുടമകൾക്കെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. നെല്ല് സംഭരണത്തിൽ കൂടുതൽ മില്ലുടമകൾ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. നിലവിലെ പ്രശ്നങ്ങളിൽ സർക്കാർ പരമാവധി വിട്ടുവീഴ്ച ചെയ്തെന്നും എടുത്ത നെല്ലിന്റെ പണം അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ കർഷകരുടെ കൈകളിൽ എത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.